ശിവപ്രിയ മോളെ, തിരുമേനി. ഡോക്ടറുകൾ വന്നല്ലോ. മോള് ഡോക്ടറുകളുടെ കാര്യം ഇപ്പൊ ആലോചിച്ചു അല്ലേ? മോൾ ആഗ്രഹിച്ച ആ നിമിഷം ഡോക്ടറുകൾ ഇവിടെ എത്തില്ലേ? എന്തുപറ്റി? ശിവപ്രിയക്കുട്ടി എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഡോക്ടറുകളെ. ആരാ? എന്തു വേണം? ഡോക്ടറുകൾ, ഇത് രുക്കമ്മായ. ഇളയമ്മയുടെ ബന്ധത്തിൽപ്പെട്ടതാ രുക്കമ്മായി. ഇതാരാ മോളെ? ഇത് ഡോക്ടറുകളാ. ഈ ഡോക്ടറുകളാ എന്നെ ചികിത്സിക്കുന്നെ. എന്റെ ദേവി, ഡോക്ടർ എത്തിയല്ലോ. ഡോക്ടറോട് ഞാനിപ്പോ എന്താ പറയാ? നിങ്ങൾ എന്താ ഇവിടെ നിന്ന് പരിങ്ങുന്നേ? ഡോക്ടർ വന്നത് കണ്ടില്ലേ? ഡോക്ടറിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ എങ്ങനെയാ മഹിമേ ഡോക്ടറോട് ഇക്കാര്യം സംസാരിക്കുന്നത്? ഇത്രയും നാളും മോളെ നോക്കി ഡോക്ടറല്ലേ, അദ്ദേഹത്തോട് ഞാൻ ഇന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി ശിവപ്രിയ മോളുടെ കാര്യത്തിൽ ഡോക്ടർ ഇടപെടണ്ട. നമുക്ക് സുഗന്ധി പറഞ്ഞ സ്വാമിയുടെ അടുത്ത് തന്നെ കാണിക്കാം. നിന്ന് പരിങ്ങാതൊന്ന് ചെല്ലു മനുഷ്യ, ചെല്ല്. തിരുമേനി ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ വിചാരിച്ചു ക്ഷേത്രത്തിലെങ്ങാനും പോയിട്ടുണ്ടാവുമെന്ന്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി തിരുമേനി? നമ്മൾ നാളെ തന്നെ പോവല്ലേ? അതിപ്പോ ഡോക്ടറെ, നാളത്തേക്ക് ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ നിങ്ങൾ എല്ലാവരും കൂടി വരണമെന്നില്ല. തിരുമേനിയും മോളും മാത്രം എന്റെ കൂടെ വന്നാ മതി. ഞങ്ങൾ രാവിലെ പുറപ്പെട്ടോളാം. അങ്ങനെയല്ലേ തിരുമേനി? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. കൊച്ചിനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊന്നുകൂടെ ആലോചിക്കാനുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആലോചിച്ചോളൂ. പക്ഷെ കാര്യങ്ങള് ഞാൻ തീരുമാനിച്ച പോലെ നടക്കണം. മോളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിന് കൈമാറിയിട്ടുണ്ട്. അവരതിനനുസരിച്ച് അവിടെ വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം പേഷ്യന്റിനെ അവിടെ എത്തിക്കണമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടിനി ഒരു ദിവസത്തേക്ക് കൂടി യാത്ര മാറ്റി വയ്ക്കാൻ പറ്റില്ല. എന്താ തിരുമേനി? അപ്പൊ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോലെ അല്ലേ? അല്ല ഡോക്ടർ, അത് പിന്നെ നാളത്തെ കാര്യത്തിലൊരു അസൗകര്യമുണ്ട്. എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും വേണ്ടില്ല. ഇനിയിപ്പോ തിരുമേനിക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ശിവപ്രിയ മോളെ എന്റെ ഒപ്പം വിട്ടേക്കോ. ഞാൻ കൊണ്ടുപോക്കോളാം അവളെ. അതൊന്നും പറ്റില്ല. കൊച്ചിനെ അങ്ങനെ വല്ലവരോടും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെയാ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക? തിരുമേനി, നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ ശിവപ്രിയ മോൾക്ക് എന്റെ ഒപ്പം വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും. മോള് രാവിലെ റെഡിയായിരിക്കണം. ഡോക്ടറുകൾ വരും കേട്ടോ. ഞാൻ ഇറങ്ങുക. മോളെ വാ. ഒന്ന് നിന്നേ. അല്ല ഡോക്ടറെ, നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഞങ്ങളെ അനുവാദമില്ലാതെ ഞങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ കൊണ്ടുപോവോ? അങ്ങനെ എല്ലാ കാര്യത്തിലും ഡോക്ടർ തീരുമാനിക്കുന്നത് മാത്രം നടന്നാ പോരല്ലോ.